ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് യൂറോ ക്വാർട്ടർ ഫൈനൽ മത്സരത്തെക്കുറിച്ചിട്ടാണ്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും പോർച്ചുഗലിൻ്റെയും സ്വപ്നങ്ങൾ ഫ്രാൻസ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തകർത്ത് കളയുന്നതാണ് നമ്മൾ കണ്ടത്. ജർമ്മനി വേഴ്സസ് സ്പെയിൻ മത്സരം കഴിഞ്ഞിട്ട് ഈ കളി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കിളിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതും ഫുട്ബോളാണ്, ഇതും ഫുട്ബോളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. 90 മിനിറ്റ് കഴിഞ്ഞപ്പോഴും രണ്ട് ടീമുകൾക്കും ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. അവിടെയും ആർക്കും ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട് വേണ്ടി വന്നു തീർപ്പ് കൽപ്പിക്കപ്പെടാൻ. അങ്ങനെ ഫ്രാൻസ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ച് കയറുന്ന നമ്മൾ കണ്ടു. അവരുടെ എല്ലാ കിക്കുകളും മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗലിൻ്റെ ജോ ഫെലിക്സ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള ചെങ്ങായി മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കിക്ക്, അതായത് പോസ്റ്റിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ഫ്രാൻസ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പെനാൽറ്റി ഷൂട്ടൗട്ട് ആ ഒരു സിനാരിയോക്ക് വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ ഡിയോഗോ കോസ്റ്റ നമുക്കറിയാം കഴിഞ്ഞ റൗണ്ട് ഓഫ് 16 സ്ലൊവേനിയക്കെതിരെ പോർച്ചുഗലിൻ്റെ ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹീറോയിസം ഫ്രാൻസിനെതിരെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. കാരണം ഓരോ കിക്കും ഫ്രഞ്ച് താരങ്ങൾ എടുത്തത് വളരെയധികം കൺവിക്ഷനോട് കൂടി തന്നെയാണ്. അവർ കൃത്യമായിട്ടും ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ ഒരു ചെറിയ തോതിലുള്ള മൂവ്മെൻറ്റ് നടത്തുന്നതിനായിട്ടൊരു ചെറിയ വെയിറ്റിംഗ് പീരീഡ് അവരുടെ ഓരോ കിക്കിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നല്ല ക്ലിനിക്കലായിട്ടുള്ള കിക്കാണ് എടുത്തിട്ടുള്ളത്. ബാർക്കോളെ പോലെയുള്ള യങ് ഫുട്ബോളർ പോലും അത്തരത്തിൽ പ്രിസൈസ് ആയിട്ടുള്ള പെനാൽറ്റി എടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രാൻസിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ മറ്റൊരു സെമി ഫൈനലിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. സ്പെയിനിനെതിരെയാണ് അവർ സെമി ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ സെമി ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് ഒരൊറ്റ ഓപ്പൺ പ്ലേ ഗോൾ പോലും അടിക്കാതെയാണ് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതായത് അവരാകെ 3 ഗോളുകൾ മാത്രമേ ഇതുവരെ ടൂർണമെൻറ്റിൽ അടിച്ചിട്ടുള്ളൂ. അതിൽ 2 ഓൺ ഗോളുകളാണ്, ഒരെണ്ണമാണെങ്കിൽ എംബാപ്പയുടെ പെനാൽറ്റി ഗോളാണ്. അങ്ങനെ 3 ഗോളുകൾ മാത്രം അടിച്ചുകൊണ്ട് ഇപ്പോൾ അവർ സെമി ഫൈനൽ സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ അവർ ഡിഫെൻസീവ്ലി റോക്ക് സോളിഡാണ് എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. കാരണം അവർ ഗോളും കൺസിഡർ ചെയ്യുന്നില്ല. അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളുകൾ അടിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു സംഭവം, അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഇതുവരെ ഒരു ഗോൾ കൺസീഡും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഒറ്റ ഗോൾ പോലും ഓപ്പൺ പ്ലേയിൽ നിന്ന് കൺസിഡർ ചെയ്തില്ല. ഒരേ ഒരു ഗോൾ മാത്രമേ അവർ ഈ ടൂർണമെൻറ്റിൽ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് പെനാൽറ്റി സ്പോട്ടിൽ നിന്നാണ്. ഉപമക്കാനോയുടെ ആ ഒരു മാഡ്നസ്സിൽ പോളണ്ടിനെതിരെ അവർക്ക് അങ്ങനെ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യേണ്ടി വന്നു. അതേ ഉള്ളൂ. അപ്പോൾ ഡിഫെൻസീവ്ലി റോക്ക് സോളിഡാണ്. അതുതന്നെയാണ് ദശോംസിനും വേണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം എന്താണ്, സേഫ്റ്റി ഫസ്റ്റ്, ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുക, ബാക്കി അപ്പുറത്തല്ലേ അത് നടന്നോളും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അതായത് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോളും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. റോക്ക് സോളിഡാക്കി ഡിഫെൻസിനെ വെക്കുക, ഒപ്പോസിഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ അടിപ്പിക്കാതിരിക്കുക, പിന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗോൾ കണ്ടെത്തിയിട്ട് വിജയിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പക്ഷേ ഈവൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോഴും ഫ്രാൻസിനെ സംബന്ധിച്ചോളം ഒരു കൊഹീഷനും നമുക്ക് അവരുടെ ആ ഒരു കൗണ്ടർ അറ്റാക്കിൽ കാണാൻ സാധിക്കില്ല. അവരുടെ അറ്റാക്കിംഗ് ഫേസിൽ യാതൊരു തരത്തിലുള്ള ഒരു കൊഹീഷനും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് പ്ലേ കാണാൻ സാധിക്കുന്നില്ല. ഒരു വേവ് ലെങ്ത് ഇല്ലായ്മ, ഒരു കെമിസ്ട്രി ഇല്ലായ്മ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ പ്ലേയേഴ്സിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലാതെയാണ് ഈ ഫ്രഞ്ച് പ്ലേയേഴ്സ് ഫോർവേഡ് ലൈനിലേക്ക് എത്തുമ്പോൾ കളിക്കുന്നത്. ഈവൻ കിലിയൻ എംബാപ്പയുടെയും ഫോം മികച്ചതല്ല. അദ്ദേഹമാണെങ്കിൽ ആ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മത്സരത്തിലും ഒരു കോർണറിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഹെഡർ അദ്ദേഹത്തിൻ്റെ തലയിൽ തട്ടിയുള്ള സാഹചര്യത്തിൽ ശരിക്കും അദ്ദേഹത്തിന് വേദന എടുത്തിട്ടുണ്ടായിരുന്നു, മൂക്കിളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ഒരു ഡിസ്കംഫേർട്ടിലാണ് കളിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതല്ല. കുറേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൈം ഏജിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് ഈ ടൂർണമെൻറ്റിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെയാണ് റിലൈ ചെയ്യുന്നത് ഫൈനൽ തേർഡിൽ ഗോൾ കണ്ടെത്താൻ. ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കാരണം സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇനി സ്പെയിനെതിരെ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ അവരൊരു ടഫ് നട്ട് ടു ക്രാക്കാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന്മാരെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് വില്യം സലീബയും ഉപമക്കാനെയും ആ ഒരു പാർട്ട്ണർഷിപ്പ് അൺബലീവബിളാണ്. അതിൽ തന്നെ വില്യം സലീബയൊക്കെ കളിക്കുന്ന ഫുട്ബോൾ, അദ്ദേഹം ഒരു കമാൻഡിങ് പ്രസൻസ് ആയിട്ട് ആ ഒരു ഡിഫൻസിൽ ഇങ്ങനെ താല ഉയർത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ അനായാസമായിട്ട് അദ്ദേഹം ടാക്കിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും കൂടിയിട്ട്, ഉപമക്കാനെയും വില്യം സലീബയും കൂടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ വളരെ ഈസിലി ഹാൻഡിൽ ചെയ്ത് നമ്മൾ കണ്ടു. ഈസിലി ഒരു സിറ്റുവേഷനിൽ റൊണാൾഡോയും സലീബയും തമ്മിലുള്ള
ഒരു ഡ്യൂൽ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഈസിലി ചങ്ങായി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസിലി, വളരെ കമ്പോസറോടുകൂടിയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വില്യം സലീബ. പിന്നെന്താണ്, തിയോ ഹെർണാണ്ടസ് ആണെങ്കിലും ജൂൾസ് കുണ്ടെ ആണെങ്കിലും മനോഹരമായിട്ടാണ് കളിക്കുന്നത്. ഫുൾ ബാക്ക് റോളുകൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ്. ജൂൾസ് കുണ്ടെ ഈവൻ അറ്റാക്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജൂൾസ് കുണ്ടെ ഡിഫെൻസീവിലും സോളിഡാണ്. ഇന്നലത്തെ മത്സരത്തിൽ റഫേലിയാവുടെ ഒരു ത്രെട്ട് ഉണ്ടായിരുന്നല്ലോ ആ ഒരു വിങ്ങിലൂടെ. അപ്പോൾ തുടക്കത്തിലൊന്ന് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു ജൂൾസ് കുണ്ടെ. പക്ഷേ പിന്നീട് അദ്ദേഹം ഗ്രോ ചെയ്തു മത്സരത്തിലേക്ക്. അങ്ങനെ അത് മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ്, ഇവരുടെ മുമ്പിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡർമാരുടെ ഒരു പൂരമാണുള്ളത്. എൻഗോലോ കാണ്ടെ, ചെമേനി, അതുപോലെ തന്നെ റാബിയോ സസ്പെൻഡ് ആയതുകൊണ്ട് കമവിംഗ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ 3 ചങ്ങായിമാരും ഉണ്ടായിരുന്നു. ഇതിൽ ചെമേനിയാണ് ആ ഒരു പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഉള്ള ആ ഒരു 6 റോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 2 പേരും മുമ്പോട്ടേക്ക് പോകാൻ ലൈസൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ മുമ്പോട്ടേക്ക് പോയാൽ അതേപോലെ പുറകിലേക്കും വരുന്ന തരത്തിലുള്ള ചങ്ങായിമാരാണ്, നമുക്ക് അറിയുന്നതാണ്. ആ ജാതി എഞ്ചിനുള്ളവന്മാരാണ്. കമവിംഗ ആണെങ്കിലും എൻഗോലോ കാണ്ടെ ആണെങ്കിലും. എൻഗോലോ കാണ്ടെയൊക്കെ 120 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലും ചോദിച്ചിട്ടുണ്ടാവും കഴിഞ്ഞോ എന്നുള്ളത്. അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കളിക്കാനായിരുന്നു എന്ന് പറയും ചിലപ്പോൾ ചങ്ങായി. ആ ജാതി ലെവൽ എനർജിയാണ് ഇയാൾക്കൊക്കെ ഉള്ളത്. ഓടിക്കോളും, ഇങ്ങനെ ഓടിക്കോളും. ബാറ്ററിക്കുള്ള മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആ ബാറ്ററി തീരുമില്ല, അങ്ങനത്തെയാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ആ ജാതി എനർജിയാണ്. പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഡിഫെൻസിലുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഓവർലി ഡിഫെൻസിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ അറ്റാക്കിങ്ങിൽ ലാക്കിംഗ് ആണ്. പിന്നെ ഗ്രീസ്മാനൊന്നും വിചാരിച്ച ഫോമിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ സെമി ഫൈനലിൽ ആദ്യത്തിന് ഗെയിം റേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷെ എന്തായാലും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം റോക്ക് സോളിഡാണ്. വളരെ ഡിഫിക്കൽട്ട് ടു ബീറ്റ് ആയിട്ടുള്ളൊരു സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മത്സരത്തിലേക്ക് പോകുമ്പോഴും അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അത്തരത്തിലുള്ള ആ ഒരു സോളിഡ് ഡിഫൻസ് ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് പോർച്ചുഗലിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ എന്താണ് സംഭവം? ജോ ഫെലിക്സ് പെനാൽറ്റി മിസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള തെറി ചങ്ങായി കേൾക്കുന്നുണ്ടാകും. അതാണല്ലോ കീഴ്വഴക്കം സ്വാഭാവികമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ശരിക്കുള്ള പോർച്ചുഗലിൻ്റെ വില്ലൻ ആരാണ്? ജോ ഫെലിക്സ് പെനാൽറ്റി മിസ് ചെയ്തു, അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ബ്ലെയിമും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ശരിക്കുള്ള വില്ലൻ ആരാണ്? ശരിക്കുള്ള പോർച്ചുഗീസ് വില്ലൻ ആരാണ്? അത് ബോബി മാർട്ടിനസ് എന്ന് പറയുന്ന റോബർട്ടോ മാർട്ടിനസ് ആണെന്നുള്ളതാണ്. അവരുടെ മാനേജർ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വില്ലൻ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം, എങ്ങനെയാണ് ഈ ചെങ്ങായിക്ക് ഈ പണികളൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ ചെങ്ങായിയുടെ പെഡിഗ്രി? ഈ പണിയൊക്കെ കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടിയിട്ടുന്നില്ല. നമ്മൾ ബെൽജിയത്തിൻ്റെ ജനറേഷൻ ഈ ചെങ്ങായി ഒരു വഴിക്കാക്കുന്നത് കണ്ടതാണ്. അത്രയും പൂൾ ഓഫ് ടാലൻറ്റിനെ കയ്യിൽ കിട്ടിയിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു ചെങ്ങായാണ് റോബർട്ടോ മാർട്ടിനസ്. അത് ഈ പോർച്ചുഗലിൻ്റെ ഫെഡറേഷനും കണ്ടിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എന്നിട്ടും ഈ പോർച്ചുഗലിൻ്റെ ഫെഡറേഷൻ ഈ ചെങ്ങായിനെ തന്നെ പിടിച്ച് മാനേജർ ആക്കണമെങ്കിൽ ഇത് എന്താണിത്? എനിക്കത് അതിൻ്റെ ഒരു യുക്തി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ചെങ്ങായിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, വിഗാൻ അത്ലറ്റിക്കിനെ കൊണ്ട് FA കപ്പിൻ്റെ കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് ഓൾ ദി ഓഡ്സ്, മാൻ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ട്. അതാണ് പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേടിയിട്ടുള്ള ഏക ഒരു മേജർ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ എന്താണ് ഇപ്പോൾ ലിയണൽ സ്കാലിനിയൊക്കെ അർജന്റീനയുടെ മാനേജറായത് എന്തെങ്കിലുമൊക്കെ കോച്ചിങ് പെഡിഗ്രി ഉണ്ടായിട്ടാണെന്നത്? ഇല്ല. ലിയണൽ സ്കാലിനി ഒരു ഇൻ്ററിം മാനേജറായിട്ട് വന്നിട്ട് പിന്നീട് അവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളതൊക്കെ ചരിത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും നടക്കും. പക്ഷേ ഈ ചെങ്ങായിനെ സംബന്ധിച്ചോളം ഇയാൾ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് കിട്ടിയ സമയം കൊണ്ട്, കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടും ഒരു ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ കണ്ടുകൊണ്ടിട്ട് പിന്നെ എന്തിനീ ചെങ്ങായിനെ മാനേജർ ആക്കണം എന്നുള്ളതാണ്. ലിയണൽ സ്കാലിനിയൊക്കെ ഒരു അൺനോൺ എൻറ്റിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു വലിയ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആൾ സ്വാൻസി സിറ്റിയെ മാനേജ് ചെയ്തിട്ടുണ്ട്, വിഗനെ മാനേജ് ചെയ്തിട്ടുണ്ട്, എവർട്ടനെ മാനേജ് ചെയ്തിട്ടുണ്ട്, ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ കൊണ്ട് തൊലച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ പോർച്ചുഗലിൻ്റെ ഗോൾഡൻ ജനറേഷനെയും ഒരു വഴിക്കാക്കുകയാണ് ചെങ്ങായി. മാത്രമല്ല ചെങ്ങായിയുടെ ടാക്ടിക്സ്, ഇൻ ഗെയിം സബ്സ് ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. എങ്ങനെ സാധിക്കുന്നുടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നൊരു കാര്യം. അതായത് ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഒരൊറ്റ കാര്യം. സ്ലൊവേനിയക്കെതിരെ സബ്ബായിട്ട് വന്നിട്ട് മത്സരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചങ്ങായാണ് ഡിയോഗോ ജോട്ട. ഒരു പോച്ചറാണ് അദ്ദേഹം. ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിവുള്ളൊരു ചങ്ങായാണ് അദ്ദേഹം. അത്തരത്തിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടാണ് ഔട്ട് ഓഫ് നോവെയർ ഒരു പെനാൽറ്റി പോർച്ചുഗലിന് വിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഔട്ട് ഓഫ് നോവെയർ. ആ ചെങ്ങായിക്ക് ഈ ഫ്രാൻസിനെതിരെ ഒരു മിനിറ്റ് പോലും ഈ ബോബി മാർട്ടിനസ് കൊടുത്തില്ല എന്നുള്ളതാണ്. ഒരു മിനിറ്റ് പോലും കൊടുത്തില്ല. എന്താല്ലേ? അതായത് കഴിഞ്ഞ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ പ്ലെയറിനെ
ഈ മത്സരത്തിൽ ഇറക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളതാണ്. പിന്നെയും ക്രിയേറ്റീവ് പ്ലെയേഴ്സ് വേറെ ഉണ്ട്. കാരണം അജാതി പ്ലെയേഴ്സാണ് ചെങ്ങായിയുടെ കൂടെ ഇരിക്കുന്നത്. കാരണം ഈ പോർച്ചുഗീസ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ്, 4 ടീമുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്വാഡ് ഉണ്ട് അവിടെ. എന്നിട്ട് പോലും ഈ ചെങ്ങായിനെ സംബന്ധിച്ചോളം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ആരായിട്ടാണ് ഈ കളിക്കുന്നത്? ലക്സംബർഗ്, ലിച്ചൻസ്റ്റൈന്, പിന്നെ ഐസ്ലാൻഡ്, ഇങ്ങനെയുള്ള ടീമുകൾക്കെതിരെയല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ. അപ്പോൾ ഗോൾ ഇങ്ങനെ അടിച്ചു കൂട്ടും. ഇത് ബെൽജിയത്തിൻ്റെ മാനേജർ ആയിരിക്കുമ്പോഴും എന്താണ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലൊക്കെ മികച്ച ഫോമും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന നമ്മൾ കാണാറുണ്ട്. കാര്യത്തോട് അടുക്കുമ്പോഴാണ് ഒരു തേങ്ങയും നടക്കാത്തത്. ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൽ തന്നെ കാര്യം എടുത്തു നോക്കിയേ, അതായത് ഗ്രൂപ്പിലെ മത്സരങ്ങളിൽ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ 2 ഗിഫ്റ്റുകൾ വേണ്ടി വന്നു അവർക്ക് വിജയിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് തുർക്കിക്കെതിരെ തുർക്കിയുടെ മാഡ്നസ് ആയിരുന്നു. അവർ മിസ്റ്റേക്കുകളുടെ ഗലോർ സൃഷ്ടിക്കാമെന്നാണ് നമ്മൾ ആ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോർജിയക്കെതിരെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് തോറ്റു. സ്ലൊവേനിയക്കെതിരെ ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദാ ഫ്രാൻസിനെതിരെയും ഗോൾ അടിക്കാൻ പറ്റാതെ പുറത്തായിരിക്കുകയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, 41കാരനായിട്ടുള്ള പെപ്പയെ സംബന്ധിച്ചിടത്തോളം ആൾ മികച്ച രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ മത്സരത്തിന് ശേഷം കരയുന്നത് കണ്ടപ്പോൾ, ക്രിസ്ത്യാനോ റൊണാൾഡോയും പെപ്പയും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നതൊക്കെ കണ്ടപ്പോൾ ശരിക്കും വിഷമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പെപ്പയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കരയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന എല്ലാം ഈ 41ാം വയസ്സിലും ആ ഗ്രൗണ്ടിൽ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ തുറാമുഖൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു റിക്കവറി നടത്തിയിട്ടുള്ള രീതിയൊക്കെ, അദ്ദേഹം മത്സരത്തിൽ നടത്തിയ ബ്ലോക്കുകളൊക്കെ എല്ലാം മികച്ചതായിരുന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെയാണ് ചെങ്ങായി ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും സങ്കടം കൊണ്ട് കരയുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രോബബ്ലി അവസാനത്തെ പിന്നെ മത്സരമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം കളിച്ചിട്ടുണ്ടാവുക. പറയാൻ പറ്റില്ല, ഇവന്മാരുടെ കാര്യം ആയതുകൊണ്ട് ഇവർ ചിലപ്പോൾ തുടരാനുള്ള സാധ്യതയുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും പെപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇൻക്രെഡിബിളായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ 120 മിനിറ്റും കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ക്രൂഷ്യൽ മത്സരത്തിൽ പിൻവലിക്കാനുള്ള തരത്തിലുള്ള ആ ഒരു ഗട്ട്സ് അത് റോബർട്ടോ മാർട്ടിനസിനില്ല. റോബർട്ടോ മാർട്ടിനസ് അക്ഷരാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യനാണ്. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ പിന്നെ എന്താണ് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ചങ്ങായിക്കുള്ളൂ. അല്ലാതെ ടീമിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അതൊന്നും ആൾ ചെയ്യില്ല. ഇന്നലെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഇതിഹാസം, ആൾ ഗെയിമിൽ ഒരുവിധം എല്ലാം നേടിയിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അദ്ദേഹത്തിന് ഒന്നും ഇനി പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. പക്ഷേ ഇന്നലെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് ഡിയോഗോ ജോട്ടയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തെ അവിടെ നിർത്താനാണ് പ്ലാനെങ്കിൽ പോലും ഡിയോഗോ ജോട്ടയെ പോലെയുള്ള, പെഡ്രോ നെറ്റയെ പോലെയുള്ള താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നോക്കണമായിരുന്നു ചങ്ങായി. അത് ചെയ്തില്ല. പകരം ആൾ ഫസ്റ്റ് 90 മിനിറ്റ്സിനുള്ളിൽ തന്നെ എന്താണ് ബ്രൂണോ ഫെർണാണ്ടസിനെ പിൻവലിക്കുന്നു, കൺസേലോയെ പിൻവലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇവരൊക്കെ ക്രിയേറ്റേഴ്സാണ്. കൺസേലോ ബ്രൂണോ ഫെർണാണ്ടസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ. അപ്പോൾ അത് ബാഫ്ലിംഗ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ ചങ്ങായിയുടേത്. ബാഫ്ലിംഗ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള കഴിവുമില്ല, എന്നാൽ പ്രോപ്പറായിട്ട് ഈ ടീമിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവില്ല, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. പിന്നെ എന്തിനാണ് ഈ ഗോൾഡൻ ജനറേഷനെ ഈ ചങ്ങായുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ടുള്ളത്? അതായത് അദ്ദേഹത്തിന് അവിടുത്തെ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്താനുള്ളൊരു കഴിവുണ്ട്. അതേ ഉള്ളൂ. അതിനെന്തിനാണ് ഒരു മാനേജർ വേറെ ആരെങ്കിലുമൊക്കെ വെച്ചാൽ പോലെ? റിഡിക്കുലസ് ആണ്. പോർച്ചുഗലിനെ പോലെയുള്ള ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡിനെ മാനേജ് ചെയ്യാൻ റോബർട്ടോ മാർട്ടിനസ് വേണ്ട. അപ്പോൾ സ്പെയിനൊക്കെ എതിർള്ള പോലെ ഈ ഡെലഫിയോൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പോലെ പോർച്ചുഗലിൽ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവില്ലേ? അല്ലെങ്കിൽ പിന്നെ ബിഗ് നെയിം വേണമെങ്കിൽ ജോസെ മൗറിനിയോയെ കൊണ്ടുവന്നൂടെ? ആളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആൾ വരുമല്ലോ. ഇപ്പോൾ ഫെനർബാച്ചയിലാണ് ചങ്ങായി ഉള്ളത്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം വരാൻ റെഡി ആയിരിക്കും. ജോസെ മൗറിനിയോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പഴയ പ്രതാപത്തിലല്ല ചങ്ങായി ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. അത് വീണ്ടെടുക്കാനാണ് ഇപ്പോൾ തുർക്കിയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചിട്ടുള്ളത് ഫെനർബാച്ചയുടെ മാനേജറായിട്ട്. പിന്നെന്താണ്, അദ്ദേഹം ഇപ്പോഴും നല്ലൊരു നോക്കൗട്ട് മാനേജർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ റോമ സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകൾ വിജയിക്കാൻ നോക്കൗട്ട് മത്സരങ്ങൾ വിജയിക്കണം. അപ്പോൾ അതിന്
വേണ്ട തന്ത്രങ്ങൾ മെനയാനൊക്കെ ഇപ്പോഴും ജോസെ മൗറിനോയ്ക്ക് സാധിക്കും. പിന്നെ മാത്രമല്ല ആളൊരു പോർച്ചുഗീസുകാരനാണ്. പിന്നെ എന്താണ്, ആ പോർച്ചുഗൽ സ്ക്വാഡിലുള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ പിടിച്ച് പുറത്താക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ അവിടെ ഒരു ക്ലീൻ നല്ലൊരു എൻവയോൺമെൻറ്റ് കൊണ്ടുവരാനും ഒക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ വളരെ ഒരു ഷോർട്ട് ടേം ലെവലിലേ അദ്ദേഹത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ലോങ് ടേം ലെവലിൽ ഒരു ഫിലോസഫിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കണം എന്നുള്ള ആഗ്രഹമാണ് പോർച്ചുഗൽ ഫെഡറേഷൻ ഉള്ളത് എങ്കിൽ അവർ ചിലപ്പോൾ പോർച്ചുഗലിലേക്ക് തന്നെ നോക്കേണ്ടി വരും. അവിടെയും ചിലപ്പോൾ നല്ല ക്വാളിറ്റി മാനേജേഴ്സുമാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുന്നതാണ്. അല്ലാതെ ഈ റോബർട്ടോ മാർട്ടിനസിനെ കൊണ്ടൊന്നും ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞേക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും പുള്ളിക്കാരന് കളി ജയിക്കുന്നതിലുപരി എല്ലാവരെയും ഹാപ്പി ആയിട്ട് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുള്ളത്. കളി ജയിച്ചാലും തോറ്റാലൊന്നും പുള്ളിക്കാരന് വലിയ വിഷയമൊന്നുമില്ല. അതാണ് ബോബി മാർട്ടിനസ്. ഇനി നമുക്ക് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പറയുന്നത് എത്രത്തോളം പുള്ളിക്കാരനെ വലിയ രീതിയിൽ ആരാധിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ എന്നെ തെറി വിളിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതായത് ഈ ഏജ് എന്ന് പറയുന്ന സംഭവം, വയസ്സെന്ന് പറയുന്ന സംഭവം നമ്മളൊക്കെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഇന്നൊവേറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. അത് വയസ്സിന് ക്രിസ്ത്യാനോ എന്നോ മെസ്സി എന്നോ ഒന്നുമില്ല. അതായത് വയസ്സാകും, അതിനനുസരിച്ച് നമ്മൾ എത്ര നല്ല ഫിസിക്കൽ പിന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും എത്ര നന്നായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മൂവ്മെൻറ്റ്സിനും നമ്മുടെ പെർഫോമൻസിനും ഡീഗ്രഡേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഫൈനൽ തേർഡിൽ കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സ്ട്രൈക്കറായിട്ടാണ്, ഒരു പ്രോപ്പർ ബോക്സ് സ്ട്രൈക്കറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അവിടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ഒരു ഡീഗ്രഡേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ലാക്ക് ഓഫ് സർവീസ് അത് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാനും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗദിയിൽ കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാ മിനിറ്റ്സും പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ അദ്ദേഹം നിലവിൽ പിന്നെ ഡിസേർവിങ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഫ്രാൻസിനെതിരെയും എന്തിന് അദ്ദേഹം 120 മിനിറ്റ്സ് കളിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അവിടെ മറ്റൊരു തരത്തിൽ മൂവ്മെൻറ്റ്സ് കൊണ്ട് ഈ ഫ്രഞ്ച് ടീമിനെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുമായിരുന്നു ബോബി മാർട്ടിനസിന്. ജോട്ടയെ ഒരു ഫോൾസ് നൈൻ ആക്കിയിട്ടോ ഒക്കെ കൊണ്ടുവന്ന് നോക്കാമായിരുന്നു. പകരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ തന്നെ അവിടെ നിലനിർത്തുന്നു. ഫ്രഞ്ച് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ എളുപ്പമാകുന്നു. അവർ വളരെ അനായാസമായിട്ട് ചെങ്ങായിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അവിടെ തുടരണം. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇനി എന്താണ്, ഒരു ബിറ്റ് പാർട്ട് റോള് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്നുള്ളതാണ്. ശരി, തനിക്കിപ്പോഴും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും ഗോൾ അടിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ബെഞ്ചിൽ നിന്ന് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 60-70 മിനിറ്റ്സ് കളിച്ചിട്ടോ ആ രീതിയിൽ എല്ലാം കൊടുത്തിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നതായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചോളം മികച്ച ഒരു രീതി. അപ്പോൾ ഇനി അദ്ദേഹത്തിന് അവിടെ തുടരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു റോള്, ആ ഒരു ബിറ്റ് പാർട്ട് റോള് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാ മിനിറ്റ്സും കളിക്കുന്നതോടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ ക്രിറ്റിസിസം വെറുതെ വാങ്ങിക്കൂട്ടുകയാണെന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. നമുക്കറിയാം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത്. ഇപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ഗോളടിക്കാതെ പോകുന്നത്. ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. എത്ര മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ കളിച്ചുള്ള ചെങ്ങായാണ്. ആദ്യമായിട്ട് ചെങ്ങായിക്ക് ഒരു ഗോളടിക്കാൻ പറ്റാത്തത് ഈ യൂറോയിലാണ്. എന്നാൽ ഏകദേശം 3 XG അടുത്ത് പിന്നെ അദ്ദേഹത്തിന് ചാൻസുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഗോളടിക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം അദ്ദേഹത്തിന് ജയിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്, തനിക്ക് ജയിപ്പിക്കണം, ആ ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല ഇപ്പോൾ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ബോധ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബോബി മാർട്ടിനസ് ഒക്കെ ഉള്ളിടത്തോളം കാലം പുള്ളിക്കാരന് പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരൻ എല്ലാ മിനിറ്റ്സും കളിച്ചോളും. അപ്പോൾ അത് മൊത്തത്തിൽ ടീമിന് ഗുണമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. അതാണ് ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയോട് എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ട് പറയുന്നതല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കോമ്പറ്റിറ്റീവ് ഫുട്ബോൾ കാണുന്നതിൻ്റെ പുറത്തുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ
അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എത്ര മനുഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ചങ്ങായിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എത്ര കിഡുകളെ ഫുട്ബോൾ കളിക്കാനായിട്ട് അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. എത്ര ആളുകളുടെ നെഞ്ചിനകത്താണ് ചങ്ങായി കുടിയേറിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നൊരു സംഭവമാണ്. അത്തരത്തിലുള്ളൊരു വലിയ ഇൻസ്പിറേഷണൽ ഫിഗറാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചങ്ങായി ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഏജ് എന്ന് പറയുന്ന സംഭവം ക്യാച്ചപ്പ് ചെയ്യും എല്ലാവരെയും. അത് ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ പെപ്പയുടെ ഗെയിമിൽ 41-ാമത്തെ വയസ്സിലും ചങ്ങായി നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഡിഫൻഡറാണ്. ഇവിടെ ഡിഫൻസീവ് തേർഡിലുള്ള പോലെയല്ല കാര്യങ്ങൾ ഫൈനൽ തേർഡിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒരു കൊഹീഷൻ ഇല്ലായ്മ കാര്യമായിട്ട് ഈ ടീമിനെ പുറകോട്ട് വലിക്കുന്നുണ്ട്. അദ്ദേഹം ഇൻവോൾവ് ആകാനായിട്ട് ബോക്സിന് പുറത്തേക്കൊക്കെ വന്നിട്ട് ലിങ്കപ്പിലേക്കൊക്കെ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. പിന്നെ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനും അദ്ദേഹത്തെ കാര്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ക്രോസസ് കൊടുക്കുന്നതൊക്കെ വളരെ അനായാസമായിട്ട് ടീമുകൾ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രോസസുകൾക്ക് ആക്യുറസി ഇല്ലാതെ പോകുന്നു. പക്ഷേ അതെന്താണ്, വളരെ പ്രഡിക്റ്റബിളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ബോക്സിൽ നിൽക്കുമ്പോൾ ക്രോസാണ് വരിക എന്നുള്ളത് ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. ആ ബാക്ക് പോസ്റ്റിലേക്ക് കൈ ഉയർത്തിയിട്ട് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കുമ്പോൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസിലി ഡിഫെൻഡ് ചെയ്യില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രഡിക്റ്റബിൾ ആകുകയാണ് പോർച്ചുഗലിൻ്റെ അറ്റാക്ക്. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. CR7 സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പല റെക്കോർഡുകളും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ കരുതുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 6ാമത്തെ യൂറോ കപ്പാണ് ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ലമീൻ യമാലിനെ പോലുള്ള ചങ്ങായിമാരൊക്കെ ഇപ്പോൾ 16ാമത്തെ വയസ്സിൽ തന്നെ ആദ്യത്തെ യൂറോ ഒക്കെ കളിക്കുന്ന നമ്മൾ കണ്ടു. പക്ഷേ ലോഞ്ചവിറ്റി, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അത്ര ലോഞ്ചവിറ്റിയൊക്കെ അവർക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ്. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് ഇച്ഛാശക്തിയും ഡിറ്റർമിനേഷനും കാര്യങ്ങളൊക്കെ വേണം. അത് വേണ്ടുപോലുള്ളൊരു മനുഷ്യനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പിന്നെ യൂറോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച മനുഷ്യനായിട്ട് പുള്ളിക്കാരൻ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തായിട്ടുള്ള മനുഷ്യനും പുള്ളിക്കാരൻ തന്നെയാണ്. അത്തരത്തിലുള്ള റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അസിസ്റ്റിൻ്റെ റെക്കോർഡൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യത. അത്തരത്തിൽ ഭീകരമായിട്ടുള്ള ലെഗസി ഉള്ളൊരു ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. യൂണിവേഴ്സലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു മാച്ച് വിന്നറായിട്ട് ഈ ടീമിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ അതിന് ചിലപ്പോൾ അദ്ദേഹം ഒരു ബിഗ് പാർട്ട് റോൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടീമിനും അദ്ദേഹത്തിനും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫുൾ 120 മിനിറ്റ്സിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ ചിലപ്പോൾ അദ്ദേഹം ബെഞ്ചിൽ നിന്ന് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ്സിലോ അല്ലെങ്കിൽ ഒരു 70 മിനിറ്റ്സിലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം കൊടുക്കാൻ സാധിക്കുമായിരിക്കും. ഇപ്പോഴും അദ്ദേഹം എല്ലാം കൊടുക്കുന്നില്ല എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ. അതായത് അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി അത് തന്നെയാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു സംഭവം. അത് നമുക്ക് എല്ലാവർക്കും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഒരു ഡെസ്പറേറ്റ് മോഡിലാണ് ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഡെസ്പറേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പോഷർ നഷ്ടപ്പെടും. അതാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ ഈ ടൂർണമെൻറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ്, എല്ലാ ഫ്രീകളും എടുക്കണം, എല്ലാ ത്രോയിന് പോലും പുള്ളിക്കാരൻ എടുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനത്തെ സിറ്റുവേഷൻസ് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡെസ്പറേറ്റ് മോഡിലേക്ക് എത്തുമ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ കമ്പോഷർ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഫ്രാൻസിനെതിരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു കിഡിലൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ, ആ കിഡിലൻ ഓപ്പർച്യൂണിറ്റി, അതായത് കോൺസെസാവാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പുറകിലാണ് ബോൾ വന്നെത്തിയിട്ടുള്ളത്. പക്ഷേ പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ കണ്ണും പൂട്ടി ചിലപ്പോൾ ഗോൾ അടിക്കുമായിരിക്കും. കാരണം അത് ക്ലച്ച് മൊമെൻ്റാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ സംബന്ധിച്ചോളം അത്തരത്തിലുള്ള ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമുള്ളൊരു കേസാണ്. പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഒരുപാട് നോക്കൗട്ട് മത്സരങ്ങൾ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് ഇത്തരത്തിലുള്ള ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും. അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മത്സരം ജയിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അതാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ചാൻസാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ബാറിൻ്റെ മുകളിലൂടെ ആകാശത്തേക്ക് അടിച്ചു കളയുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കാണുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഡെസ്പറേറ്റ് മോഡിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു കമ്പോഷർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്തായാലും ഇതാണ് എനിക്ക് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ സിറ്റുവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോർച്ചുഗലിനും ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിനും ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരും മുതലെടുക്കാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഡ്രെഡ്ഫുൾ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ആകെ 5 അറ്റംപ്റ്റുകളെ 2 ആളും കൂടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. ആകെ 5 അറ്റംപ്റ്റുകൾ. അപ്പോൾ അതിൽ എന്താണ് പിന്നെ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ 2 ടീമുകളും കൂടിയിട്ട്. 56% പൊസഷൻ,
പിന്നെ പോർച്ചുഗൽ ഉണ്ടായിരുന്നു 44% പൊസിഷനാണ് ഫ്രാൻസിന് ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ബ്രൈറ്റ് സ്പാർക്ക് ആയിട്ട് ഉണ്ടായിരുന്നത് റാഫേൽ ലിയാവോ മാത്രമാണ്. പുള്ളിക്കാരൻ ആ ഒരു വിങ്ങിലൂടെ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അദ്ദേഹം ജൂൾസ് കുണ്ടയൊക്കെ ഒരു ബാക്കിൽ നട്ട്മഗിലൂടെയൊക്കെ പിന്നെ ബീറ്റ് ചെയ്യുകയും അങ്ങനെ ന്യൂനോ മെൻഡസ് ബോക്സിലേക്ക് പോകുന്ന സാഹചര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രോസോ ഷോട്ടോ അല്ലാത്ത സിറ്റുവേഷനിൽ കാര്യങ്ങൾ പിന്നെ അവസാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ബോക്സിലുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ പിക്ക് ചെയ്യാനൊന്നും ന്യൂനോ മെൻഡസ് ആ ഒരു സാഹചര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂനോ മെൻഡസും നല്ല രീതിയിൽ തന്നെയാണ് മത്സരത്തിലുടനീളം കളിച്ചിട്ടുള്ളത്. നല്ല എനർജിയും കാര്യങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ. 8 അറ്റംപ്റ്റുകൾ നമുക്ക് പോർച്ചുഗലിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു. അതിൽ 3 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. 12 അറ്റംപ്റ്റുകൾ ഫ്രാൻസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു. 4 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രാൻസിന്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന അത്ര പോലും പൊസിഷൻ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. 36% പൊസിഷൻ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ 2 ടീമുകളും 2 ബിഗ് ചാൻസസ് വീതം ഉണ്ടാക്കുന്നു നമ്മൾ കണ്ടു. സെക്കൻഡ് ഹാഫിലെ കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ എംബാപ്പെ എങ്കോളോ കാണ്ടിയുമായിട്ടൊരു 1-2 ഒക്കെ കളിച്ചിട്ട് ഔട്ട് സൈഡ് ബോക്സിൽ നിന്നൊരു അറ്റംപ്റ്റ് നടത്തി നേരെ കോസ്റ്റയുടെ കൈകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെന്താണ് ന്യൂനോ മെൻഡസ് ഒരു പെനാൽറ്റി വിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഡൈവാണ് സത്യത്തിൽ ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നെ റെഫറി അത്തരത്തിലൊരു ഡൈവാണ്, ഒരു ബ്ലേറ്റൻ ഡൈവാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉപമക്കാനോ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പിന്നെ ആ ഒരു സിറ്റുവേഷനെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പീലും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കോൺടാക്റ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ് ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എംബാപ്പയുടെ തലയിൽ പോർച്ചുഗലിൻ്റെ കോർണർ ബ്രൂണോ ഫെർണാണ്ടസ് ഹെഡ് ചെയ്തത് എംബാപ്പയുടെ തലയിൽ തട്ടുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂക്ക് ഇളകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ഇതിൽ സെക്കൻഡ് ഹാഫിലൊരു രസകരമായിട്ടുള്ളൊരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മൈക്കിൾ ഒലിവർ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മഞ്ഞക്കാട് പോക്കറ്റിൽ നിന്ന് വീണ് പോയതായിരുന്നു. എന്നിട്ട് വിറ്റീനിയ ആ മഞ്ഞക്കാട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ 67ാമത്തെ മിനിറ്റിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെഷോംസ്. ഗ്രീസ്മാനെ പിൻവലിച്ചിട്ട് ഡെംബലെ കൊണ്ടുവരുന്നു. അതൊരു വെൽക്കം ചേഞ്ച് ആയിരുന്നു. കാരണം ആ റൈറ്റ് വിങ്ങിലൂടെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഫ്രാൻസ്. ഒരു സംഭവം റൈറ്റ് വിങ്ങിലൂടെ നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നത് എങ്കോളോ കാണ്ടയും കമവിംഗയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. അതാണ് ഫ്രാൻസിൻ്റെ ക്രിയേറ്റീവ് പ്ലേയേഴ്സായിട്ട് ഇവരൊക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. എംബാപ്പയിലേക്കൊക്കെ ബോൾ എത്തിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നവരാണ്. അപ്പോൾ ഡെംബേലെ വരുന്നു. ഡെംബേലെ വന്നിട്ട് ഒരു അനക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഇതിനിടയിൽ പിന്നെ 74ാമത്തെ മിനിറ്റിൽ തന്നെ ബോബി മാർട്ടിനസ് പിന്നെ സെമേഡയും കോൺഷ്യസ് ആവുകയും കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുന്നു. അത് കൺസോലയും ബ്രൂണോയും പിൻവലിച്ചിട്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സെമേഡോയെ എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ളത് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദ്ദേശം ഈ ഡെംബേലെ വരുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ ഗ്രൗണ്ടിൽ. അപ്പോൾ അതിനൊന്നും തടയിടാൻ വേണ്ടിയിട്ടായിരിക്കണം സെമേഡോയെ കൊണ്ടുവന്നത്. അതിനൊന്നും തടയിടാനൊന്നും സെമേഡോയ്ക്ക് സാധിച്ചിട്ടില്ല. അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ എന്താണ് അവരുടെ ക്രിയേറ്റിവിറ്റി അത് ബാധിച്ചു. പക്ഷേ കോൺഷ്യസ് ആവും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയേണ്ടതായിട്ടുള്ള സംഭവമാണ്. പിന്നെ ബെർണാർഡോ സിൽവ ഒരു വിങ്ങിൽ നിന്ന് മിഡ്ഫീൽഡിലേക്കൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ലിയാവിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു റണ്ണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമവിംഗ വന്നിട്ട് ബ്യൂട്ടിഫുള്ളി ടാക്കിൾ ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ക്ലാസ് റിക്കവറി റൺ, ക്ലാസ് ഡിഫെൻഡിങ് ആണ് നമുക്ക് കമയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചുള്ളത്. അത്തരത്തിലൊരു ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ് കമവിംഗ. കൺസേലോ, ഇതാണ് ഒരു ബിഗ് ചാൻസ് പോർച്ചുഗൽ ക്രിയേറ്റ് ചെയ്യുന്നത്. കൺസേലോ ഈ ബ്രൂണോയുടെ ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട് പിക്ക് ചെയ്യുന്നു. ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ടച്ച് കൂടിയൊക്കെ എടുക്കാമായിരുന്നു. അദ്ദേഹം ഷോട്ട് എടുക്കുന്നു, അത് മൈനൻ സേവ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കണ്ടു. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. വിറ്റീനിയയുടെ ഒരു ഡ്രൈവിംഗ് റണ്ണ് നമ്മൾ കാണുന്നു. അങ്ങനെ ചെന്നായി ലിയാവോ പിക്ക് ചെയ്യുന്നു. ലിയാവോ അത് പിന്നെ തിരിച്ച് വിറ്റീനിയയ്ക്ക് തന്നെ കൊടുക്കുന്നു. വിറ്റീനിയയുടെ അറ്റംപ്റ്റ് നേരെ കീപ്പറിൻ്റെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് എന്നിട്ട് റീബൗണ്ട് CR7 ഒരു ബാക്കിൽ നിന്നുള്ള ശ്രമമൊക്കെ നടത്തുന്നതും മൈഗ്നൻ തന്നെ പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. വിറ്റീനിയയ്ക്ക് മൈഗ്നൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ അത് പ്ലേസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അവിടെ ഗോളായി പോയതിനെ എന്നുള്ളതാണ്. പിന്നെ കൂണ്ടെ നമ്മുടെ കോലോ മുവാനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അഗെയിൻ ഈ കോലോ മുവാനിയെ സംബന്ധിച്ചിടത്തോളം ഇതാ ഒരു എക്സാക്ട് റെപ്ലിക്കായിരുന്നു. ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ അദ്ദേഹം എമി മാർട്ടിനസിനെതിരെ അടിച്ചിട്ടുള്ള അതേ ഷോട്ട്, അതേ രീതിയിൽ തന്നെയാണ് ചങ്ങായി ബോൾ സ്ട്രൈക്ക് ചെയ്തിട്ടത്. ഇവിടെ റുബൻ ഡിയാസ് മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അത് പുറത്തേക്ക് പോയി, ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ അവിടെ കമ്പോഷർ കോലോ മുവാനി കാഴ്ചവെക്കണമായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തുറാമിനൊക്കെ 86ാമത്തെ മിനിറ്റിൽ കൊണ്ടുവരുന്നു മുവാനിയെ പിൻവലിച്ചിട്ട്. അതുപോലെ തന്നെ പലീനിയെ കൂടി പിൻവലിച്ചിട്ട് പിന്നെ റുബൻ നെവസിനെ 92ാമത്തെ മിനിറ്റിൽ നമ്മുടെ ചങ്ങായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോബി മാർട്ടിനസ്. അങ്ങനെ എന്താണ് ഈ പിന്നെ ഡെംബേലെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം
ഫൈനൽ തേർഡിലേക്ക് എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഫൈനൽ തേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഡിഫൻസീവ് തേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എൻ്റെ പൊന്നു ചെങ്ങായിമാരെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അതായത് ഒരവസരത്തിൽ ചെങ്ങായി പിന്നെ ബോളുമായിട്ട് മുമ്പോട്ട് ഇങ്ങനെ പോവാണ്, ഡ്രൈവ് ചെയ്ത് പോവാണ്, പ്ലേയേഴ്സിനൊക്കെ മറികടന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ ബോക്സിൻ്റെ പുറത്തെത്തിയിട്ട് അവിടുന്ന് സത്യം പറഞ്ഞാൽ ഷൂട്ട് അടിക്കുകയാണ് അവിടുന്ന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പകരം ആ ഒരു അവസരത്തിൽ ചങ്ങായി എംബാപ്പയ്ക്ക് പാസ് കൊടുക്കുന്നു. എംബാപ്പയെ സംബന്ധിച്ചോളം അത് അത്ര നല്ലൊരു ആംഗിളല്ല, അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാധനമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പോരായ്മ നമുക്ക് ചെങ്ങായിയുടെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത് കമോവിംഗക്കാണ്. ഒരു കിഡിലൻ ചാൻസ് ആയിരുന്നു അത്. ഡെമ്പേലെ റൈറ്റ് വിങ്ങിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് അദ്ദേഹം ബോക്സിലേക്ക് ആ ബോൾ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്, എന്നിട്ട് അത് കമോവിംഗയുടെ കാലിലേക്ക് വന്ന് വീഴാണ്. കമോവിംഗ ആ ഒരു 6 യാർഡ് ബോക്സിലാണ് നിൽക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം അത് മിനിമം ടാർഗറ്റിലേക്ക് അടിക്കണം. മിനിമം ടാർഗറ്റിലേക്ക് അടിച്ചാൽ അത് ഗോളാകും. അത്തരത്തിലുള്ള ഒരു ചാൻസ് ആയിരുന്നു കമോവിംഗക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നത് ഉപമക്കാനെ മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ക്രോസ് ബോക്സിലേക്ക് വരുന്നു, അത് ഉപമക്കാനെ ഹെഡ് ചെയ്യുന്നു, അത് ബെർണാർഡോ സിൽവയിലേക്കാണ് ചെന്ന് വീണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ഇത് ഹെഡ് ചെയ്തിട്ട് റാഫേലിയാവ് കൊടുക്കുന്നു. റാഫേലിയാവുടെ അറ്റംപ്റ്റാണ് അവിടെ ഉപമക്കാനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫ്രാൻസിനെ സംബന്ധിച്ചോളം കമ്പോസ്ഡ് ആയിട്ടുള്ള ഡിഫെൻഡിങ്ങിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബോഡി ഓൺ ദ ലൈൻ തരത്തിലുള്ള പിന്നെ ബ്ലോക്കുകൾ നടത്താനും അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനും അവർ ശ്രമിക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ ഭയങ്കര ടഫ് നട്ട് ടു ക്രാക്കാണ് അവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. എക്സ്ട്രാ ടൈമിൽ എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. എക്സ്ട്രാ ടൈമിൻ്റെ പിന്നെ ആ ഒരു സമയത്ത് നടന്നുള്ള 2 ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ, ഈ ബാർക്കോളയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെഷോംസ്, എംബാപ്പയെ പിൻവലിച്ചിട്ട്. അതുപോലെ തന്നെ ജോ ഫെലിക്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോബി മാർട്ടിനസ്. അവിടെ അപ്പോഴെങ്കിലും ഡിയോഗോ ജോട്ടയെ കൊണ്ടുവരണമായിരുന്നു ചങ്ങായി, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഡിയോഗോ ജോട്ടയെ കൊണ്ടുവരണം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പ്രീമിയർ ലീഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്കതിൻ്റെ ആ ഒരു എവിഡൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് നമ്മളൊക്കെ കണ്ടതുമല്ലേ. അങ്ങനെ ഈ കോൺഷ്യസ് ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ക്രോസ്, ഡീപ്പായിട്ടുള്ള ക്രോസാണ്, ബാക്ക് പോസ്റ്റിലേക്കാണ് ചെന്ന് വീണിട്ടുണ്ടായിരുന്നത്. അത് ജോ ഫെലിക്സ് സൈഡ് പിന്നെ നെറ്റിലേക്ക് ഹെഡ് ചെയ്യാനാണ് നമ്മൾ കണ്ടത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫെലിക്സ് സംബന്ധിച്ചോളം. പിന്നെ മത്സരം കഴിയാൻ നേരത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പൊന്നാളിയന്മാരെ പോർച്ചുഗലിന് കളി ജയിക്കാൻ, ഫ്രാൻസിൻ്റെ ഹൃദയം തകർക്കാൻ. അത് ന്യൂനോ മെൻഡസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് നേച്ചർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റി, അദ്ദേഹത്തിൻ്റെ എനർജിയൊക്കെ നമുക്ക് ആ ഒരു ചാൻസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് ബോളുമായിട്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ബെർണാർഡോ സിൽവയെ പിക്ക് ചെയ്യുന്നു. ബെർണാർഡോ സിൽവ അത് തിരിച്ച് പിന്നെ ന്യൂനോ മെൻഡസിന് തന്നെ കൊടുക്കുകയാണ്. ന്യൂനോ മെൻഡസിന് കൊടുക്കുന്ന സാഹചര്യത്തിൽ ന്യൂനോ മെൻഡസ് എഡ്ജ് ഓഫ് ദ ബോക്സാണ് നിൽക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഫുട്ടിലേക്കാണ് ചെന്ന് വീണിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഫുട്ടഡ് അറ്റംപ്റ്റ് നേരെ മൈഗ്നൻ്റെ കൈകളിലേക്ക് പോയി. അതൊരു കിഡിലിന് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആദ്യം കിക്കെടുക്കുന്നത് ഫ്രാൻസാണ്. ഡെമ്പേലെയാണ് ആദ്യത്തെ കിക്കെടുക്കുന്നത്. ഡെമ്പേലെ വളരെ കൂളായിട്ട് കിക്കെടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കിക്ക് എടുക്കുന്നു, അത് ഗോളാക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും സ്ലൊവേനിയക്കെതിരെയും ഇപ്പോൾ ഈ മത്സരത്തിലും ആദ്യത്തെ കിക്ക് എടുത്തിട്ട് പോർച്ചുഗലിന് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഫ്രാൻസിൻ്റെ രണ്ടാമത്തെ കിക്ക് എടുക്കുന്നത് യൂസുഫ് ഫൊഫാനയാണ്. അത് പിന്നെ കമോവിംഗക്ക് പകരമായിരുന്നു ഫൊഫാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കമോവിംഗ ഫ്രാൻസ് സംബന്ധിച്ചോളം അവരുടെ ഒരു ബെസ്റ്റ് പ്ലെയറായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡെഷോംസ് ചങ്ങായിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് കൂടി ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ പിൻവലിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അത്തരത്തിലാണ് കമോവിംഗ കളിക്കുന്നുണ്ടായിരുന്നത്. ഡിഫൻസിലും ഒഫൻസിലും അദ്ദേഹം കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടായിരുന്നുള്ളതാണ്. ഫൊഫാന അദ്ദേഹത്തിൻ്റെ കിക്ക് മനോഹരമായിട്ട് പിന്നെ വലയിലേക്ക് ആക്കുന്നു. ബെർണാർഡോ സിൽവ അദ്ദേഹത്തിൻ്റെ കിക്ക് വലയിലേക്ക് ആക്കുന്നു. ജൂൾസ് കൊണ്ടേ കിക്ക് എടുക്കുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിക്ക് എടുക്കുന്നു. പിന്നെയാണ് ജോ ഫെലിക്സ് കിക്ക് എടുക്കാൻ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിക്ക് അദ്ദേഹം പോസ്റ്റിലടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ ബാർക്കോലയെ സംബന്ധിച്ചോളം വളരെ പ്രഷറായിട്ടുള്ളൊരു കിക്കാണത്. അഡ്വാൻറ്റേജ് ഫ്രാൻസിന് കൊടുക്കാനുള്ള കിക്കാണ്. അദ്ദേഹം അത് മനോഹരമായിട്ട് ഗോളാക്കുന്നു. പിന്നെ ന്യൂനോ മെൻഡസ് അത് അഗെയിൻ പ്രഷർ സിറ്റുവേഷനിലാണ്. കാരണം അത് പുറത്ത് കടിച്ചു കഴിഞ്ഞാൽ പുറത്തായി പോർച്ചുഗൽ. ന്യൂനോ മെൻഡസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ടോപ്പ് കോർണർ. അങ്ങനെ തിയോ ഹെർണാണ്ടസിനെ സംബന്ധിച്ചോളം മറ്റൊരു സെമി ഫൈനലിലേക്ക് ഫ്രാൻസിനെ കൊണ്ടെത്തിക്കാനുള്ള അവസരം അദ്ദേഹം അത് കളഞ്ഞു കുളിക്കുന്നില്ല. അദ്ദേഹം ഗോളാക്കി മാറ്റുന്നു. ഡിയോഗോ കോസ്റ്റയെ സംബന്ധിച്ചോളം ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. അതിന് ഒരു സേവ് പോലും നടത്താൻ സാധിച്ചില്ല. അങ്ങനെ 1998 ശേഷം ആദ്യമായിട്ടൊരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസ് വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടായിരുന്നത്. അവരുടെ അവസാനത്തെ 3 ഷൂട്ടൗട്ടുകളിലും അവർ പരാജയപ്പെട്ടതായിട്ടാണ് നിലവിലത്തെ സ്റ്റാറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റ് മറികടന്നുകൊണ്ട് ഫ്രാൻസ് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഇതാണ് എനിക്ക് മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരമുണ്ട്. അതിൻ്റെ പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു അധ്യായത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.